കാമദേവനെ പരമശിവൻ കത്തിച്ച് ചാരമാക്കിയ കഥയറിയാം. കാമദേവൻ പ്രണയത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ദേവനാണ്. അവനൊരു തത്തയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്. അവൻ പുഷ്പങ്ങൾ മുനമ്പുള്ള അമ്പുകളുള്ള ഒരു മാന്ത്രിക കരിമ്പിൻ വില്ല് വഹിക്കുന്നു. അത് സാധാരണ അമ്പുകളല്ല. അത് കൊള്ളുന്നയാൾ തൽക്ഷണം പ്രണയത്തിലാകും. ആ കാലത്ത് താരകാസുരൻ എന്നൊരസുരനുണ്ടായിരുന്നു. ശിവന്റെ പുത്രന് മാത്രമേ അവനെ ജയിക്കാൻ കഴിയൂ എന്ന വരം അവന് ലഭിച്ചിരുന്നു. എന്നാൽ സതിയുടെ മരണശേഷം ശിവൻ ലോകത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു. ദേവന്മാർ നിരാശരായി. അവർ കാമദേവന്റെ അടുത്തേക്ക് തിരിഞ്ഞു. അവന്റെ ദൗത്യം അപകടകരമായിരുന്നു. ശിവന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണർത്തുക, പാർവതിയുമായി പ്രണയത്തിലാക്കുക. വസന്തകാലത്ത് കാമദേവൻ ഹിമാലയത്തിലെത്തി. അവൻ തൻ്റെ പൂക്കളുടെ അമ്പടയാളം ശിവന് നേരെയായതു. ആ അമ്പ് ശിവന്റെ നെഞ്ചിൽ തറച്ചു. ആ നിമിഷം ശിവൻ കണ്ണുകൾ തുറന്നു. പ്രണയം പൊട്ടിവിടർന്നു. പാർവതിയോട് ആകർഷണം തോന്നി. എന്നാൽ തൽക്ഷണം ആരോ തൻ്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തിയെന്ന് ശിവന് മനസ്സിലായി. കോപത്തോടെ പരമശിവൻ തൻ്റെ ഭയാനകമായ മൂന്നാം കണ്ണ് തുറന്നു. ആ വലിയ തീ പൊട്ടിത്തെറിച്ചു. കാമദേവനെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കി. കാമദേവന്റെ ഭാര്യ രതി ശിവനോട് കരുണയ്ക്കായി യാചിച്ചു. ഒടുവിൽ ശിവൻ മയപ്പെട്ടു. കാമദേവന് വീണ്ടും ജീവൻ നൽകി, പക്ഷേ ഒരു ഭൗതിക ശരീരം ഇല്ലാതെ. അന്നു മുതൽ കാമദേവൻ അദൃശ്യനായി ഹൃദയങ്ങളിലും വികാരങ്ങളിലും ആഗ്രഹങ്ങളിലും മാത്രം നിലനിൽക്കുന്നു.